കേരളത്തിലെ BJPയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷോക്കേസിൽ ഒരുപാട് ബിംബങ്ങൾ ഇരിപ്പുണ്ട്. ഈ ബിംബങ്ങളെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ്റെ കാലത്തുള്ള പരാതി. സുരേന്ദ്രൻ പോയി തിരിച്ച് ഇദ്ദേഹം വന്നപ്പോഴത്തേക്കും ഈ ബിംബങ്ങളൊക്കെ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്, പൊടി പോലും തുടയ്ക്കുന്നില്ല. PT ഉഷ കേരളത്തിൻ്റെ MP ആണ്, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. അവർ ഏത് രീതിയിലാണ് BJP കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അൽഫോസ് കണ്ണന്താനം വന്നു, കേന്ദ്രമന്ത്രിയാക്കി, അതിനുശേഷം അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ DGPമാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു DGP വന്ന ആളെ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അവർ DGP ആയിരുന്നുകൊണ്ട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അവരെ ഉപയോഗിക്കേണ്ട രീതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലുള്ള വലിയ വലിയ പദവികളുണ്ട് അവർക്ക് കൊടുക്കുക. ഒരു കൗൺസിലർ സ്ഥാനത്തല്ല കൊണ്ടുവരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ BJPയുടെ മാനേജ്മെൻറ്റിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന സമയം തൊട്ട് മുസ്ലിം വിഭാഗത്തിലെ വനിതകൾക്ക് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് മുത്തലാഖ് വിഷയമായാലും ശരി, മറ്റ് പേഴ്സണൽ ലായിൽ ഉണ്ടാക്കിയ മറ്റ് വ്യത്യാസങ്ങളായാലും ശരി, ഇതെല്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.